നമ്മുടെ ചെമ്പോടവ് പള്ളി വികാരി അച്ഛനാണിത്. ജോസ് വടക്കേടം. ചെമ്പുകടവ് പള്ളിയിലെ വിശുദ്ധ ഗൗരീസിൻ്റെ തിരുനാളാണ്. ഇവിടെ ഉള്ളവർക്കും ചെമ്പുകടവുകാരായി വിദേശത്തുള്ള എല്ലാവർക്കും ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. 4 ദിവസമായിട്ട് നമ്മുടെ പെരുന്നാൾ ഒന്ന് മനോഹരമായിട്ട് കൊണ്ടാകാൻ ഈ അച്ഛൻ്റെ, നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ്റെ ഒരു മുൻകൂട്ടിയുള്ള തീരുമാനത്തിനനുസരിച്ച് എത്താൻ പറ്റിയ ഒരു വളരെ സന്തോഷമുണ്ട്. ഏതായാലും പ്രദക്ഷിണം കുരിശുപള്ളിയുടെ അടുത്തേക്ക് എത്തുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിൻ്റെയും സുഗന്ധങ്ങൾ പരിഗണിച്ചുകൊണ്ട് ചെമ്പുകടവ് അക്കരെ അങ്ങാടിയാണ്. തിരുനാൾ ആശംസകൾ നേർന്ന് ഒരു ചേട്ടൻ വീടൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. ചേട്ടൻ വീണ്ടും തിരികെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പേരെന്നായിരുന്നു? പേര് ജനീഷ്. ജനീഷ്. പ്രദക്ഷിണം പള്ളിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്.
ചിറ്റപ്പനാണ്. ചിറ്റപ്പൻ പെരുന്നാൾ കൂടാൻ വന്നതാണ്. ചിറ്റപ്പൻ്റെ ഇടവക്കാരനാണ്. ഇത് കുര്യാച്ചൻ. തൊട്ടയൽക്കാരൻ. ഇതോ പെരുന്നാൾ കമ്മിറ്റി കൺവീനറാണ്. കുറച്ച് വിശേഷങ്ങളൊക്കെ പറയും. ഞങ്ങൾ ഈ പ്രാവശ്യത്തെ കൈക്കാരന്മാരെല്ലാവരും പുതിയതായിട്ട് ആദ്യമായിട്ട് കൈക്കാരന്മാരായവരായിരുന്നു. അപ്പോൾ തന്നെ യൂത്തിൻ്റെ ഒരു ഊർജ്ജസ്വലതയോടുകൂടി ഞാനാണ് കമ്മിറ്റിയിൽ കൈക്കാരന്മാരിൽ ഏറ്റവും പ്രായം കൂടിയാണ്. എന്നെ കഴിഞ്ഞും ചെറുപ്പക്കാരായിരുന്നു ബാക്കി അംഗങ്ങളെല്ലാം. അപ്പം ഇതുവരെ ചെമ്പോടുകാർ കാണാത്ത രീതിയിലുള്ളൊരു ഭയങ്കര പെരുന്നാൾ നടത്തണമെന്ന് ഞങ്ങൾ പെരുന്നാളിനെ കുറിച്ച് നേരത്തെ പ്ലാൻ ചെയ്തു. 3 മാസം മുമ്പേ ചെണ്ടയും പരിപാടിയൊക്കെ ഞങ്ങൾ ബുക്ക് ചെയ്തു. അതിനനുസരിച്ചുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഞങ്ങൾ വളരെ ഭംഗിയായി വളരെ അഭിതൃതമായി തന്നെ ചെയ്തു. നമ്മുടെ സൈറ്റാട്ടിന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത്. ഞങ്ങളുടെ ചെമ്പോട് ഇടവക്കാരുടെ പേരിൽ വളരെയധികം നന്ദി. ഇനി നമ്മുടെ ഭക്ഷണശാലയും കൂടെ ഉണ്ട്. ഭക്ഷണശാലയും കൂടെ കണ്ട് ഭക്ഷണം കഴിച്ചിട്ട് സൈറ്റായിട്ട് പോകാം. എൻ്റെ പേര് ജോൺ. ഫുഡ് കമ്മിറ്റി കൺവീനറാണിത്. എൻ്റെ പേര് തങ്കച്ചൻ. ഫുഡിൻ്റെ കമ്മിറ്റിയിലുള്ള ആളാണ്. ഇത് നമ്മുടെ അലങ്കാര കമ്മിറ്റിയുടെ ആളാണ്. ചെമ്പോട് അങ്ങാടി മനോഹരമായിട്ട് അലങ്കരിക്കാൻ ഉള്ള പ്രേരണയും പ്രോത്സാഹനവും ഒക്കെ നൽകിയ ഒരാളാണ് മിസ്റ്റർ ജോസ്. ഞങ്ങൾ ചെമ്പട് പള്ളി പെരുന്നാളിന് വന്നു. ഇവിടുത്തെ ഫുഡ് കമ്മിറ്റിക്കാർ നമ്മളെ ഫുഡൊക്കെ കഴിക്കാൻ വിളിച്ചു. നല്ല ഫുഡാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ബാൻഡ് സെറ്റിൻ്റെ ലീഡറാട്ടോ. പേരെന്നായിരുന്നു ചേട്ടൻ്റെ? സേവ്യർ. എവിടെയാണ് സ്ഥലം? അത് നെല്ലിപ്പൂര്. ബാൻഡ് സെറ്റിൻ്റെ പേരോ? സെൻറ്റ് മേരീസ് ബാൻഡ് സെറ്റിൻ്റെ ആളാണ് സനോജ്. പുള്ളിയും ബാൻഡ് സെറ്റിൻ്റെ ആളാണ്. നമ്മുടെ ചെമ്പട് പള്ളിയിലെ കൈക്കാരനായ ചിജുവായിട്ട് നമ്മൾ സംസാരിക്കുകയാണ്. എങ്ങനെയുണ്ട് പെരുന്നാളൊക്കെ? എങ്ങനെയുണ്ട് പെരുന്നാൾ? ഇതുവരെ നല്ല ഗംഭീരമായിട്ട് തന്നെ നടന്നു. ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചു. ഇടവാങ്ങൾ എല്ലാവരും നന്നായി സഹകരിച്ച ആൾക്കാരാണ്. ലൈറ്റ് ആൻഡ് സൗണ്ട് പുള്ളി ഓമശ്ശേരിയാണ്. പേരെന്നായിരുന്നു? എൻ്റെ പേര് മൊയ്തീൻ. സ്ഥാപനത്തിൻ്റെ പേര് സൂപ്പർ സൗണ്ട്സ്. നിലവിൽ ചെമ്പോട് പള്ളിയിലെ നടത്ത കൈക്കാരനാണ് രാജേഷ്. 2-3 കൊല്ലമായിട്ട് നമുക്ക് പെരുന്നാളില്ലായിരുന്നു. ഒന്നാമത് കൊറോണയൊക്കെ ആയിട്ട് പെരുന്നാൾ ആദ്യമായിട്ട് മുടങ്ങി കിടക്കായിരുന്നു. ഇപ്പം നല്ല രീതിയിൽ പെരുന്നാൾ നമ്മൾ ഈ കൊല്ലം നടത്തുന്നു. എല്ലാവരും നല്ല സഹകരണമാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. എൻ്റെ പേര് ചാക്കോച്ചൻ. കമ്മിറ്റിക്കാരനാണ്. ഇതാണ് ഗോപിയാശാൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ നമ്മുടെ ചെണ്ടമേള നടന്നത്. നമ്മൾ ആ റോഡിൻ്റെ ജംഗ്ഷനിലൊക്കെ നിന്ന് അടിപൊളിയായിട്ട് ഇവർ അടിച്ചത്. സ്ഥലം എവിടെയാണ് ഗോപിയാശാൻ്റെ? ബാലുശ്ശേരി. ട്രൂപ്പിൻ്റെ പേരിലായിരുന്നു? ട്രൂപ്പിൻ്റെ തിരുവരങ്ങ് പനായി എന്ന് പറയും. തിരുവരങ്ങ്. ഇപ്പൊ കുറച്ച് പുതിയ താരങ്ങളുടെ ശബ്ദം അനുകരിക്കാറുണ്ട്. അപ്പൊ അത്തരത്തില് കോഴിക്കോട് നിന്ന് ഒരുപാട് പേര് മലയാള സിനിമയിലേക്ക് എത്തിയിട്ടുണ്ട്. ജോയ് മാത്യു എന്ന് പറയുന്ന നടൻ. ഒരു വൈദികൻ യേശുവിന്റെ പ്രതിപുരുഷനാണെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. യേശുവിന്റെ പ്രതിപുരുഷൻ പാൻഷയുടെ കരിക്കുന്നത് ഒരൽപ്പം കാണുന്ന കയ്യിലെ ഓട്ടോയി നിങ്ങളുടെ തുറച്ചു വായിക്കുന്നത് നിങ്ങളാരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് വായിച്ചേ ഞാനൊന്നും കേൾക്കട്ടെ. ചെണ്ടോട്ടൊക്കെ നല്ല ഉഷാറ് പരിപാടിയാണ്. പെരുന്നാളൊക്കെ അടിപൊളി. നമ്മൾ പള്ളിയിൽ നിന്ന് തൊട്ട് തന്നെ വീട്. നമ്മൾ യൂത്തിൽ KCM കൊണ്ടുവരുന്ന സമയത്തൊരു നമ്മളായിരുന്നു മൊത്തം ഓളിനോള്. ഇപ്പോൾ വിട്ടിട്ടൊരു 5-8 വർഷമായി. അതുകൊണ്ട് പെരുന്നാളൊക്കെ കൂടി ഇങ്ങനെ നടക്കുന്നു. പിന്നെ ആദ്യത്തെ പെരുന്നാളാണ്. നിങ്ങൾ ഒന്നിച്ചുള്ള ആദ്യത്തെ പെരുന്നാളാണ്.
പുള്ളിയോ? രാഹുൽ. പുള്ളി ജസ്റ്റിൻ. എങ്ങനെയുണ്ട് പെരുന്നാളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? പെരുന്നാൾ എല്ലാ പ്രാവശ്യത്തിനെക്കാട്ടും നല്ല ഉഷാറായി. ഹലോ, എങ്ങനെയുണ്ട് പെരുന്നാളൊക്കെ? നല്ലതല്ലേ? ട്രാഫിക്കാ പെരുന്നാളല്ലേ നമ്മുടെ പെരുന്നാളിനെ സംബന്ധിച്ച് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഹലോ ബേബി, വെടിക്കെട്ട് കണ്ടു. ഉഷാറാ. ഓട്ടോറിക്ഷയിൽ ചെമ്പടിയെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അലങ്കാരങ്ങളൊക്കെ കണ്ടുകൊണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.